കാസർഗോഡ് പൊയ്നാച്ചിയിൽ പൂത്തൊലഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പാടം കണ്ണിനും മനസ്സിലും കുളിർമയേകുന്ന കാഴ്ചയാണ്. യുവകർഷകയായ ശ്രീവിദ്യയാണ് സൂര്യകാന്തി കൃഷി വിജയകരമാക്കിയത്. പൊയ്നാച്ചി ദേശീയപാതയിൽ കമ്മട്ട തറവാടിന് മുൻവശത്താണ് സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞ ഈ മനോഹര കാഴ്ച. കടുത്ത ചൂടിലും സൂര്യകാന്തിക്ക് വാട്ടമില്ല. വെള്ളരിയും തണ്ണിമത്തനും വിളവെടുത്ത പാടശേഖരത്തിൽ യുവ കർഷകയായ ശ്രീവിദ്യ 2 മാസം മുൻപ് സൂര്യകാന്തി പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുകയായിരുന്നു. 5000-ഓളം ചെടികൾ നിറയെ പൂക്കളുമായി വർണ്ണഭംഗി വിടർത്തിയതോടെ പാടം കാണുവാനും ഫോട്ടോ എടുക്കുവാനുമായി നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്. അഗ്രി ടൂറിസം അടിസ്ഥാനമാക്കി സൂര്യകാന്തി കൃഷി വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ യുവ കർഷക അവാർഡ് ജേതാവ് കൂടിയായ ശ്രീവിദ്യ. പൂങ്കാവനം അഗ്രി ഫാമിലൂടെയാണ് സൂര്യകാന്തി ഉൾപ്പെടെയുള്ള കൃഷികളിൽ ഇവർ വിജയം കൊയ്യുന്നത്. അപ്പോൾ വിഷുവിൻ്റെ ആ ഒരു സീസൺ നോക്കിയിട്ടാണ് ഞാൻ സൂര്യകാന്തി ചെയ്തത്. അപ്പം ഇവിടെ വയലിലാണ് ഇപ്പോൾ സൂര്യകാന്തി ഉള്ളത്. 2 വർഷം മുന്നേ ഞാൻ ഇവിടെ റോഡ് സൈഡ് തന്നെ, അത് ചെങ്കൽപ്പാറയിലായിരുന്നു, അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം എനിക്ക് നല്ല രീതിയിൽ എനിക്ക് സൂര്യകാന്തി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റി. അപ്പം അതിൻ്റെ ആ ഒരു ധൈര്യത്തിലാണ് ഇവിടെ ഇപ്രാവശ്യം വലിയ രീതിയിൽ ഞാൻ കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് നല്ല വലിപ്പമുള്ള പൂക്കൾ കിട്ടിയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കാസർഗോഡ് ജില്ലയിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സൂര്യകാന്തി തോട്ടം ഉള്ളത്. സൂര്യകാന്തി വിരിഞ്ഞ പാടത്തേക്ക് തേനീച്ചകൾ കൂട്ടമായി വരാൻ തുടങ്ങിയതോടെ തേനീച്ച പെട്ടികളും സ്ഥാപിച്ചിട്ടുണ്ട്. ചെമ്മനാട്, ബേഡെടുക്ക ഗ്രാമപഞ്ചായത്തുകളിലായി 6 ഏക്കർ സ്ഥലത്ത് ശ്രീവിദ്യ കൃഷി നടത്തുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.